മാന്യ ശ്രോതാക്കൾക്ക് MGM റേഡിയോ ക്ലബിൻ്റെ ഓണാശംസകൾ. കാർഷിക സമൃദ്ധിയുടെ ഒളിമങ്ങാത്ത ഓർമ്മകളുമായി എത്തുന്ന ഓണനാളുകളിലെ സവിശേഷ ദിനമാണ് ഉത്രാടം. ജാതിമത ഭേദമന്യേ മലയാളികൾ ആഘോഷിക്കുന്ന തിരുവോണത്തിന് മുൻപ് നാടും വീടും ഒരുക്കുന്ന ഉത്രാടപ്പാച്ചിലിനൊടുവിൽ പൂനിലാവൊഴുക്കി ഇരുട്ടി വെളുക്കുമ്പോൾ തിരുവോണം. ഒരൊറ്റ രാത്രിയിലെ പേമാരിയിൽ ഉറ്റവരും ഉടയവരും സ്വപ്നങ്ങളുമെല്ലാം കൺമുന്നിൽ നഷ്ടപ്പെട്ട വേദനയുള്ളിലൊതുക്കി കഴിയുന്ന വയനാടിലെ സഹോദരങ്ങൾക്ക് പുതുജീവിതം നെയ്തെടുക്കാനുള്ള മനസ്സും എല്ലാം അതിജീവിക്കുവാനുള്ള ശക്തിയും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഓണത്തെ വരവേൽക്കാം. സ്നേഹവും വിശ്വാസവും നന്ദിയുമെല്ലാം മനുഷ്യനേക്കാൾ കൂടുതൽ മൃഗങ്ങൾക്കാണെന്ന് തെളിയിച്ച എത്രയോ നിമിഷങ്ങൾ ജീവിതത്തിലുടനീളം കടന്നുപോയിട്ടുണ്ട്. കണ്ണിനെ ഈറനണിയിച്ചത് തനിക്ക് സ്നേഹത്തോടെ അന്നമൂട്ടിയവരെ പെരുമഴയത്തും ആൾക്കൂട്ടങ്ങളിലും തിരയുന്ന ഒരു മിണ്ടാപ്രാണിയുടെ ദൃശ്യം വാർത്തകളിൽ ഇടം പിടിച്ചപ്പോഴായിരുന്നു. ഇതിനെ ആസ്പദമാക്കി 6th Aയിലെ നിവേദൊരുക്കിയ കഥാഖ്യാനം. വയനാട് ദുരന്തം ഏൽപ്പിച്ച നടുക്കം നമുക്കിതുവരെയും മാറിയിട്ടില്ല. ഉറക്കത്തിൽ എല്ലാം നഷ്ടപ്പെട്ട കുറേ മനുഷ്യർ, എല്ലാം തകർത്ത് കുത്തിയൊഴുകി വന്ന വെള്ളത്തിലൂടെ ഒഴുകുമ്പോഴും അവർ മക്കളെ ചേർത്തു പിടിച്ചിരുന്നു. എന്നിട്ടും മക്കൾ ഊർന്നു പോയത് അവർ ഈ ജന്മം മറക്കില്ല. എല്ലാം തകർത്തെറിഞ്ഞ മണ്ണിൽ അനാഥനായ ഒരു നായ അലഞ്ഞു തിരിഞ്ഞത് നമുക്ക് മറക്കാനാവില്ല. ആ ചിന്ത എൻ്റെ അധ്യാപിക ക്ലാസ്സിൽ പങ്കുവച്ചപ്പോഴാണ് ഈ ദുരന്തം കഥയാക്കണം എന്നെനിക്ക് തോന്നിയത്. എൻ്റെ സ്വന്തം കഥ ഇരുട്ടിൻ്റെ ശബ്ദം. ഇനി കഥയിലേക്ക്. രാത്രി സമാധാനത്തിൽ ഉറങ്ങുകയായി ജനങ്ങൾ. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 12 കഴിഞ്ഞു. 2 മണിയോ അടുപ്പിച്ചായപ്പോൾ കലപില ശബ്ദങ്ങൾ, ഇരമ്പം, മുട്ടുവരെ വെള്ളം. വീടിന്റെ പല മുറികളും ഇടിഞ്ഞു. കറണ്ട് പോയി. ആ ഇരുട്ടിൽ ടോർച്ചിന്റെ വെളിച്ചം കൊണ്ട് പുറത്തിറങ്ങിയവർ കാണുന്നത് നാശം. നഗരത്തിന്റെ 1/4 ഭാഗത്തോളം നശിച്ചു. ചിലർ അവരുടെ ഉറ്റവരെയും ഉടയവരെയും കാത്തു നിൽക്കുന്നു. ചിലർ അവർക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അതിനിടയ്ക്ക് പിന്നെയും ശബ്ദം. എല്ലാവരും ഉറപ്പിച്ചു അവർ തീർന്നുവെന്ന്. ഇപ്പോൾ നടന്നത് നാടിനെ ഇനിയും ബാധിച്ചു. കെട്ടിടങ്ങളെ തുടച്ചു നീക്കി. ജനസംഖ്യ കുറയാൻ തുടങ്ങി. 101, 108, പട്ടാളം, 100 ഇങ്ങനെ നമ്പറുകളുടെ കളിയായിരുന്നു അവിടെ. ചിലർ ദൂരത്തിലേക്ക് നീങ്ങി, ചിലർ അവിടെ നിന്നു, ചിലരോ അടുത്തേക്ക് നീങ്ങി. ശബ്ദം പിന്നെയും വന്നു. ഇത്തവണ അത് നാടിനെ തന്നെ തുളച്ചു നീക്കി. 3ാമത്തെ ശബ്ദം കേട്ടുടനെ ശാന്തത ആരംഭിച്ചു. കരച്ചിലില്ല, നമ്പറുകളില്ല, തികച്ചും ശാന്തം. പെട്ടെന്ന് സൈറൺ ശബ്ദം. 108, 100, 102, ആർമി, പിന്നെ ബ്രോഡ്കാസ്റ്റുകൾ. അങ്ങനെ അവിടെ ഒച്ചയായി, ബഹളമായി. രക്ഷപ്പെടുന്നവർ തുച്ഛം, മരണങ്ങൾ അധികം. മണിക്കൂറുകൾ കൊണ്ട് കളി മാറുന്നു. ശരീരങ്ങൾ കുറഞ്ഞു തുടങ്ങി, ശരീരാവശിഷ്ടം കൂടി. പ്രതീക്ഷകൾ കൈവിട്ടു തുടങ്ങി. ഉച്ച സമയം അടുപ്പിച്ചായി. തിരയുന്നവർ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഒരു നായ അവരെ നോക്കുന്നുണ്ട്. ടീമിന്റെ ക്യാപ്റ്റന് മനസ്സിലായി ഭക്ഷണത്തിനല്ല നോക്കുന്നത്. അദ്ദേഹം അടുത്തേക്ക് ചെന്നു. നായയ്ക്ക് എന്തോ പറയണം. ഉടൻ തന്നെ നായ കുരച്ചുകൊണ്ടോടി. അദ്ദേഹം ടീമിനെ വിളിച്ചുകൊണ്ട് അതിനെ പിന്തുടർന്നു. അങ്ങനെ അവരെ ആ നായ കൊണ്ടെത്തിച്ചത് ഉൾക്കാട്ടിലേക്കാണ്. അവിടെ നല്ല നാറ്റമുണ്ട്. അവർക്ക് കാര്യം മനസ്സിലായി. മണം വന്നിടത്തു നിന്ന് അവർ കുഴി കുഴിച്ചു നോക്കി. ഒരു അഴകിയ ശരീരം. അവർ അതിനെ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. ഒരു 15 വയസ്സുകാരിയുടെ ശരീരം. ഈ ശരീരം കണ്ടുപിടിച്ചതിന് ശേഷം ആ നായ ആ കാട്ടിന്റെ ഇരുട്ടിലേക്ക് അലിഞ്ഞുപോയി. പിന്നെ ആരും അതിനെ കണ്ടിട്ടില്ല. ഇനി കാതോർക്കാം മനോഹരമായ ഒരു ഗാനത്തിനായി. 1996 പുറത്തിറങ്ങിയ ലവ് ബേർഡ്സ് എന്ന ചിത്രത്തിനായി AR റഹ്മാൻ ഈണം നൽകി ശ്രീ ഹരിഹരനും KS ചിത്രയും പാടിയ അനശ്വരമാക്കിയ മലർകളെ എന്ന് തുടങ്ങുന്ന ഗാനം പ്രൈമറി ഇംഗ്ലീഷ് വിഭാഗം അധ്യാപിക അനാമിക നമുക്കായി ആലപിക്കുന്നു.
അലകൾ